ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിത് എങ്ങോട്ടാണ് കുറ്റിയും പറിച്ച് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. കുറ്റിയും പറിച്ചു പോയില്ല, ഞാനെൻ്റെ പട്ടിയും കൊണ്ട് പോവാണ്. പട്ടിയും കൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ വനത്തിലോട്ട് പോവാണ്. മലയിൽ ഞങ്ങൾ 2 പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിലൊന്നും അവരെ കാണിച്ചിട്ടില്ല. ഒരാളെ പേര് അമ്മണി പശു, ഒരാളെ പേര് ഇടിച്ചിന്ന് ഞാൻ ഇട്ട പേരല്ല. അതിൻ്റെ ഇടി കാരണം സഖി കെട്ട് അങ്ങനെ വിളിച്ചു പോയതാണ്. കാരണം അതിന് പെണ്ണുങ്ങളെ തീരെ ഇഷ്ടമല്ല, ആണുങ്ങളെയാണ് ഇഷ്ടം. അങ്ങനെ അവരെ മാറ്റിക്കെട്ടാൻ വേണ്ടി വന്നതാണ്. അവരിച്ചിരി മലയുടെ അകത്തോട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ചാലുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ടൊരു വീടും ഉണ്ട്. ഇവിടെ നല്ല ദുരൂഹ നിറഞ്ഞൊരു സ്ഥലമാണിത്. അപ്പോൾ ഉച്ച സമയമായിട്ട് വേറെ അങ്ങ് ആരുമില്ല. നമ്മൾ അമ്മണി പശു ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇടിച്ച് നിൽപ്പുണ്ട്. അവൾക്ക് ഭയങ്കര കുഴപ്പമാണ്. അവളെന്നെ നോക്കുന്നുണ്ട്. അവൾക്ക് എന്നെ ഇടിക്കാൻ വേണ്ടി വരാൻ വേണ്ടി നിൽക്കുവാണ് അവൾ. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊരു ചാലുണ്ട്. ഞാൻ അവർ മാറ്റി കെട്ടിയിട്ട് ഞങ്ങൾ ഫുക്രു ആണെങ്കിൽ ഇങ്ങനെ പശുക്കളുടെ അടുത്തോട്ട് പോവുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് പശുവിനെ. അമ്മണി പശുവിന് ഭയങ്കര ഇഷ്ടമാണ് അവന്. അതിൻ്റെ അടുത്ത് പോകും. മറ്റേതിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് ഇടിക്കാൻ ചെല്ലും. അതിൻ്റെ അടുത്ത് പോകത്തില്ല അവൻ. അങ്ങനെ ഈ സ്ഥലം എന്ന് വെച്ചാൽ വളരെ ദുരൂഹതര സ്ഥലമാണ്. ഒത്തിരി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മൃഗങ്ങളായാലും ശരിയാണ്, മനുഷ്യരായാലും ശരിയാണ്, ഒത്തിരി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അമ്മണി പശു ആ സ്ഥലത്തല്ല, ഇച്ചിരി ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, ഉള്ളിലോട്ടല്ല. എന്നാലും നമുക്ക് എല്ലാം കാണാൻ പറ്റുമായിരുന്നു. ഇനി 3-4 മാസത്തിന് മുന്നേ ആണെങ്കിൽ ഇവിടെ കടുവ ഇറങ്ങിയത്. ആ ടൈമിലൊന്നും ആരും വരത്തില്ല. പിന്നെ എന്നും ആനശല്യമുണ്ട്, ആനകളെ ശല്യം. അപ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് പോയി കഴിഞ്ഞാൽ ആരും അങ്ങോട്ടൊന്നും പോകത്തില്ല. അതുമല്ല, നല്ല സ്ഥലമൊന്നുമല്ല, അറവലയെല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആനയെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഉത്സവത്തിന് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് കാണാം. എന്ന് വെച്ചാൽ ഞങ്ങളെ വീട് കഴിഞ്ഞാൽ റോഡ് കഴിഞ്ഞാൽ വലിയ കനാൽ കഴിഞ്ഞാൽ മലയുടെ അവിടെ എന്നും ആന വന്നിരിക്കും. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ അതിനെല്ലാം കെട്ടിക്കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ഈ സ്ഥലം എന്ന് വെച്ചാൽ അത്ര നല്ല സ്ഥലമല്ല. ചിലപ്പോഴൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ ആളുകൾ കാണും. മിക്ക സമയത്തൊക്കെ ഉച്ചയ്ക്കൊക്കെ ചിലവരൊക്കെ വരുന്ന കാണാം. പക്ഷേ ഈ ടൈമിൽ ഇന്ന് ചെന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ പേടിയായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഫുക്രു ആണെങ്കിൽ എൻ്റെ കൂടെ എന്നും, അവൻ്റെ പേര് ഫുക്രു എന്നാണ് പട്ടിയുടെ പേര്. അവരാണെങ്കിൽ എൻ്റെ കൂടെ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. ഞങ്ങൾ പാലത്തിൻ്റെ മേളിൽ കയറി. അവിടെ ആണെങ്കിൽ തോടുണ്ട്. ഇതാണ് പാലം, നല്ലതാണ്, സെറ്റാണ്. ഫുക്രുവിനാന്ന് ഇതിലെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നടക്കാനൊക്കെ സൂപ്പറാണ്. എൻ്റെ 6 മന്തിലൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. പ്രഗ്നൻസിയിൽ ഈ ടൈമിൽ ഇവിടെ നിന്ന് ഫോട്ടോ നല്ലതായിരുന്നു. നല്ല സ്ഥലമാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് വേറൊരു സ്ഥലമുണ്ട്, കച്ചറ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആയാലും ഫോട്ടോ എടുക്കാനും സേവ് ദ ഡേറ്റ് എടുക്കാനും എല്ലാത്തിനും നല്ലതാണ്. ഇത് സ്ഥലം വരുന്നത് പുന്നലയാണ്, നല്ല സ്ഥലമാണ്. ഇവിടെ വലിയ കനാലാണ് കേട്ടോ, വലിയ കനാലാണ്. ഇത് ഞങ്ങളെ റോഡാണ്, വീട്ടിലോട്ട് പോകുന്ന റോഡാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ ഫുക്രുവിനെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ കുഴപ്പമില്ല. ഫുക്രുവാണെങ്കിൽ ഏതെങ്കിലും പട്ടിയെ കാണുമ്പോൾ അവരെ പുറകെ അങ്ങ് പോകും. നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോക്കാണ് അവൻ്റെ ഇപ്പോഴത്തെ ശീലം അതാണ്. മറ്റേതാണെങ്കിൽ നമ്മൾ കൂടെ വരും, നമ്മൾ കൂടെ തിരിച്ചു വരും. ഇപ്പോഴാണെങ്കിൽ കൂടെ കൊണ്ടാക്കും, തിരിച്ച് പിന്നെ വരാൻ അവനെ കാണത്തില്ല. ഇപ്പം എന്തായാലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇരുമ്പാണെങ്കിൽ എല്ലാവരും ചോദിക്കും തോലിന് പോവുകയാണോ തോലിന്. ഇപ്പം ഞാൻ പറയും തോലിന് പോകുമല്ല, ഞാൻ പശുവിനെ മാറ്റി കെട്ടാൻ പോയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിലോട്ട് വന്ന് നല്ല വിശപ്പുണ്ട്, ഇനി ഫുഡ് കഴിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ടാറ്റാ.